ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും അറിയണ ഒരു വീഡിയോ ആണ്. കാരണം എനിക്കിന്ന് വീഡിയോ ഇടാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. കാരണം വീഡിയോസ് എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വീണ്ടും ഉപ്പാക്ക് സുഖമില്ലാണ്ടൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇന്നലത്തെ ദിവസങ്ങളൊക്കെ അങ്ങനെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നും വീഡിയോസ് എടുക്കുമ്പോൾ രാത്രി സമയങ്ങളാണ് ഞാൻ എടുക്കാറ്. ഇന്നലെ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പാക്ക് സുഖമില്ലാണ്ട് വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാണ് ഉപ്പ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒന്നിനും നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് പേര് അയക്കാനുണ്ടായിരുന്നത് ഒരുവിധമൊക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ 195ൻ്റെ കിറ്റ് ഓർഡർ എടുത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരതൊന്നും അയച്ചിട്ടില്ല. അവരതൊക്കെ ഇന്ന് അയക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് നമ്മൾ ഇന്ന് സമയം കണ്ടെത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാനും ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 11 മണി നേരത്ത് വെറുതെ എന്തെങ്കിലും ഒന്ന് ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. പിന്നെ ഹാഫ് ബീഡ് വെച്ചിട്ട് ഒരുപാട് ഡിസൈൻ ചെയ്തെടുക്കാനുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അത് ഒരുപാട് പേരായി ഇങ്ങനെ മെസ്സേജ് വിട്ടുകൊണ്ട് ചോദിക്കണം. ഹാഫ് ബീഡ് വെച്ചിട്ടും അതുപോലെ തന്നെ കയ്യിലുള്ള ബീഡ്സ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് വിടുന്നുണ്ട്. കാരണം എനിക്ക് അതിനൊന്നും ടൈം കിട്ടണില്ല. നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരണം എന്നുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷേ മെറ്റീരിയൽസ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്കൊന്നിനും ടൈം കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ അവിടെ അങ്ങനെ പെൻഡിങ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഇന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനായിട്ട് കയറി വന്നിട്ടുള്ള തന്നെയാണ് മേലേക്ക്. പക്ഷേ അപ്പോൾ എന്തെങ്കിലും ഒന്ന് വീഡിയോസ് ഇടണ്ടേന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഈ ഒരു ചോദ്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഹാഫ് ബീഡ് വെച്ചിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാനൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നി. അപ്പം അതുകൊണ്ട് ഞാനൊരു ഫ്ലവർ രൂപത്തിലാക്കിയിട്ട് അത് ആലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുക ഞാനൊരു വീഡിയോസിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫെൽറ്റ് ഷീറ്റ് എടുക്കുക. ഫെൽറ്റ് ഷീറ്റ് എടുത്തതിന് ശേഷം ഗ്ലൂ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ ഹാഫ് ബീഡ് വെച്ച് കൊടുത്തിട്ട് ചുറ്റുഭാഗവും വീണ്ടും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ബീഡ്സ്, ആ ഒരു ബ്ലൂ വയലറ്റ് ബീഡാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. കണ്ട, അപ്പം നമ്മൾ എല്ലാതും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 7 പീസോളം നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാതും ഞാനിങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നില്ല. ഒന്ന് മാത്രം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളതൊന്നും ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ അടിയിൽ വരുന്ന ഫെൽറ്റ് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അത് കട്ട് ചെയ്ത് മാറ്റിയാലാണ് നമുക്കതൊരു ഫ്ലവർ രൂപത്തിലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് എല്ലാതും നിങ്ങൾക്ക് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാനത് ഫുള്ളായിട്ട് അതിൻ്റെ ഫെൽറ്റ് ഷീറ്റ് കംപ്ലീറ്റും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് തോന്നി ആദ്യം 3 ഫ്ലവർ വെക്കാനുള്ള സ്പേസ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, 2 എണ്ണം വെച്ചപ്പോഴത്തേനും പിന്നെ ഒരു ചെറിയൊരു ഭാഗമുള്ളൂ. അപ്പോൾ അവിടെ വെക്കാം, മൂന്നാമതൊരു ഫ്ലവർ വെക്കാനുള്ളൊരു ഇത് അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, 2 ഫ്ലവർ വെച്ചതിന് ശേഷം മൂന്നാമത് എന്ത് ചെയ്ത്, 2 ക്രിസ്റ്റലിൻ്റെ വയലറ്റ് ബീഡ് ഞാൻ എന്ത് ചെയ്ത് അവിടെ ആ ഒരു ഇത് കാണുന്ന ഭാഗത്ത് 2 വയലറ്റ് ബീഡ് വെച്ച് കൊടുത്ത്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എനിക്കത് നല്ലൊരു ഭംഗി തോന്നി. അപ്പോൾ ഇതാണെങ്കിൽ ഗ്ലൂ ആണെങ്കിൽ പെട്ടെന്ന് കൊണ്ട് ഒട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കട്ട പിടിച്ചിട്ട് പെട്ടെന്ന് പിന്നെ വീണ്ടും നമ്മൾ ഗ്ലൂ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് അത് അവിടെ നിൽക്കണുള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും 2 ബ്ലൂ അവിടെ ബീഡ് വെച്ച് കൊടുത്ത്. അപ്പോൾ എനിക്കത് അവിടെ അങ്ങനെ ഒരു ഗ്യാപ്പ് പോലെ തോന്നിയപ്പോൾ അവിടെയാണ് ഞാൻ 2 ബീഡ് വെച്ച് കൊടുത്തത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ അടുത്ത ആലിഗേറ്റർ ക്ലിപ്പും ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ പണിയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് തന്നെ നമുക്ക് ഹെയർ ബാൻഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല, ജസ്റ്റ് ഒന്ന് ആലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ള മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കുക. എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതെന്ന് മാത്രം. നമുക്ക് ഏതെല്ലാം മോഡൽ കിട്ടണം, എങ്ങനെ കിട്ടണം എന്നുള്ളതിൻ്റെ ഒക്കെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ
ചെയ്ത് നോക്കുക. പിന്നെ ഒരുപാട് പേര് ഓണത്തിൻ്റെ ഓർഡർ ഇപ്പോൾ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇനി ഓണത്തിൻ്റെ ഓർഡർ എടുക്കണില്ല, കാരണം അത് ഉണ്ടാക്കിയിട്ട് അവിടെ എത്തുമ്പോഴത്തേനും ടൈം എടുക്കും. അപ്പോൾ ഓണം ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഓണത്തിൻ്റെ ഓർഡർ ഇനി എടുക്കണില്ല എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഇത് ഇനി ഇല്ല. ഇതുവരെയൊക്കെ വർക്ക് ചെയ്തിട്ട് കൊടുത്ത് ഇനി അങ്ങനെ ഓർഡർ എടുക്കണില്ല. ഇനി മെറ്റീരിയൽസിലായിട്ട് വേണ്ടവർക്ക് അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇന്നത്തെ വരെ നമ്മൾ അങ്ങനത്തെ ഓർഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കൊണ്ട് ഓർഡർ എടുക്കാനുള്ള ടൈമില്ല, ഓണം അടുത്ത് തുടങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് എടുത്ത് അത് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനുള്ള ഒരു സമയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.